കാപ്പി ഉണ്ടാക്കാൻ മാത്രമല്ല നമ്മുടെ സ്കിൻ കെയറിന് പണ്ട് കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് കാപ്പിപ്പൊടി. മുഖത്തെ പാടുകൾ ഉണ്ടാകുന്നത് തടയാനും കാപ്പിപ്പൊടി ഉപയോഗം ഗുണം ചെയ്യും. ഇതിനു പുറമെ ടാൻ, ചുളിവ് തുടങ്ങി വിവിധ തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസിന് പരിഹാരം നൽകാനും ഇത് സഹായിക്കും. കാപ്പിപ്പൊടിയിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇതേറെ നല്ലതാണ്. കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള 7 ഫേസ് പാക്കുകൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് 2 ടീസ്പൂൺ കാപ്പിപ്പൊടിയും അല്പം തിളപ്പിക്കാത്ത പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു വിറ്റമിൻ ഇ ക്യാപ്സുലും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഈ മിക്സ്ചർ നമുക്ക് മുഖത്ത് പുരട്ടിയിട്ട് മൃദുവായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. 30 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാം. ഇനി അടുത്തത് 2 ടീസ്പൂൺ വീതം കാപ്പിപ്പൊടിയോ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കാം. ഇത് നമുക്ക് മുഖത്ത് പുരട്ടിയിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയാം. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കരിവാളി പകറ്റാനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അകാല വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ ഒഴിവാക്കാനായിട്ടും ഇത് സഹായിക്കും. ഇനി മൂന്നാമത്തെ ഫേസ് പാക്ക് നോക്കാം. 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയും 1 ടീസ്പൂൺ തൈരും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ആക്കാം. എന്നിട്ട് ഇത് നമ്മുടെ മുഖത്തും കഴുത്തിലും പുരട്ടി 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. ഇനി നാലാമത്തത് 1 സ്പൂൺ കാപ്പിപ്പൊടിയിലേക്ക് അല്പം റോസ് വാട്ടർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു മിക്സ്ചർ നമ്മുടെ മുഖത്തും കഴുത്തിലും പുരട്ടി 15 മുതൽ 20 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. ഇനി അഞ്ചാമത്തത് 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ണിന് താഴെ പുരട്ടി 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. കണ്ണിന് താഴെ ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾ ഇല്ലാതാക്കാനായിട്ട് ഇത് സഹായിക്കും. ഇനി ആറാമത്തെ പാക്ക് നോക്കാം. 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും 1 ടീസ്പൂൺ തേനും ചേർത്തിട്ട് അല്പം തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് മുഖത്തും കഴുത്തിലും തേച്ച് പതിയെ മസാജ് ചെയ്ത് കൊടുക്കുക. 15 മുതൽ 20 മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയാം. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡെഡ് സെൽസ് നീക്കം ചെയ്യാനും നമ്മുടെ മുഖത്ത് ബ്ലഡ് സർക്കുലേഷൻ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഏഴാമത്തെ പാക്ക് നോക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഈ ഒരു മിക്സ്ചർ നമ്മുടെ മുഖത്തും കഴുത്തിലും പുരട്ടി 15 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. അൾട്രാ വയലറ്റ് റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ രക്ഷിക്കാനും സൂര്യപ്രകാശം മൂലം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളും ടാനും ഒക്കെ കുറയ്ക്കാനായിട്ടും ഈ ഫേസ് പാക്ക് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള 7 പാക്കുകൾ ഞാനിവിടെ പറഞ്ഞു. ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാപ്പിപ്പൊടി ഉപയോഗിച്ചുള്ള പാക്കുകൾ അറിയാമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാം. ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അത്യാവശ്യമാണ്. ചിലർക്ക് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ എന്തെങ്കിലും അലർജിയോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാക്കിയെന്ന് വരാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ മസ്റ്റായിട്ടും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് മുഖത്തോ അല്ലെങ്കിൽ തലയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പാക്കാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ.